സൺഡേ ആയതുകൊണ്ട് ഇന്ന് ചെടികളുടെ കൂടെയൊക്കെ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സമയമുണ്ട്. ലീവ് ഡേ ഒക്കെ ആകുമ്പോൾ നമുക്ക് ലേറ്റായിട്ട് എഴുന്നേൽക്കാനുള്ളൊരു ടെൻഡൻസി കൂടുതലാണല്ലേ. പക്ഷേ ഇവിടെ ആര്യന് സൺഡേ ഒക്കെ കളരി ക്ലാസ് ഉണ്ടാകുന്നതുകൊണ്ട് നേരത്തെ എഴുന്നേൽക്കണം. അതുകൊണ്ട് ഞാനും അങ്ങ് എഴുന്നേറ്റ് പോകും. ആ രാവിലെ എഴുന്നേറ്റാൽ കിട്ടുന്നൊരു സുഖം അതൊന്ന് വേറെ തന്നെയാണ് അല്ലേ. പിന്നെ ചെടികളോടും പൂക്കളോടും ഒക്കെ കഥ പറയാനും കൂടെ കുറച്ച് സമയം കിട്ടിയാൽ അടിപൊളിയായി. അപ്പോൾ ഞാൻ നമ്മുടെ മുകളിലുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് നനച്ചു കൊടുത്ത് നേരെ താഴോട്ട് പോയി പിന്നെ മുറ്റമൊക്കെ അടിച്ച് വാരി ചെടികളൊക്കെ നനച്ച് ഈ പണിയൊക്കെ ഞാൻ സാധാരണ ദിവസങ്ങളിൽ അടുക്കളപ്പണിക്കാണ് കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കുക. രാവിലെ തന്നെ സ്കൂളിൽ പോകാനോ ഓഫീസിൽ പോകാനോ ഒക്കെ ആയിട്ടുണ്ടാകുമ്പോൾ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ചെടികളൊക്കെ നനയ്ക്കുന്നത് ഒരു സ്പീഡിൽ പെട്ടെന്ന് അങ്ങോട്ട് ചെടിയൊക്കെ നനച്ച് പോകാന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ലീവ് ഡേ ഒക്കെ കിട്ടുമ്പോഴാണ് ചെടികളോടും പൂക്കളോടും ഒക്കെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അവരെ നോക്കി അങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. ചെടികളൊക്കെ എന്നും ഇങ്ങനെ നനച്ചു കൊടുക്കും. താഴെയും മുകളിലുള്ള പച്ചക്കറികളും ഒക്കെ നനച്ച് കഴിയുമ്പോഴേക്കിനും ഒരു സമയമാവും. അപ്പോൾ എനിക്ക് നല്ലൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ സമയം കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നല്ലൊരു ഗാർഡനൊക്കെ സെറ്റ് ആക്കണം. ഇത് ഇന്നലെ അമ്മയും ആര്യനൊക്കെ ഉത്സവത്തിന് പോയപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതാണ്. പിന്നെ നമ്മുടെ ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചക്ക താഴെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അധികവും ഉണ്ടായിട്ടുള്ളത് മുകളിലാണ്. അപ്പോൾ അത് പറിക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ചക്ക കഴിക്കാനൊക്കെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ആര്യനൊക്കെ ചക്കപ്പുഴുക്കെന്ന് വെച്ചാൽ ജീവനാണ്. പക്ഷെ അത് പറിച്ചെടുക്കാൻ നല്ലൊരു ബുദ്ധിമുട്ടാണല്ലോ മുകളിൽ നിന്ന്. പിന്നെ നമ്മുടെ മാങ്ങയും ചക്കയും ഒക്കെ നോക്കി കുറേ നേരം അങ്ങനെ നടന്നു. അപ്പോൾ ആര്യനൊക്കെ കളരി ക്ലാസ്സിൽ നിന്നൊക്കെ വരുമ്പോൾ നല്ല വിശപ്പായിരിക്കും. അപ്പോഴേക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കണം. ഇത് നമ്മുടെ സുന്ദരി ചീരയാണ് കേട്ടോ. പേര് പോലെ തന്നെ അതിസുന്ദരിയാണ്. ഇതേപോലെ അച്ഛനും വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് സാരി കെട്ടിയിരിക്കുന്നത് കോഴികൾ അല്ലെങ്കിൽ അത് ഒക്കെ പറിച്ച് തിന്ന് കളയും കേട്ടോ. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഏതായാലും നമ്മുടെ അമ്മയുടെ കോഴിക്കൂടുണ്ട്, അവിടുന്ന് കുറച്ച് കോഴിമുട്ടയും കിട്ടി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം കേട്ടോ.